പ്രധാന വാർത്തകൾ. ചെങ്ങോട്ടുകോണം തുണ്ടത്തിൽ സ്കോട്ടിഷ് സ്കൂളിലുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹതയെന്ന് സ്കൂൾ അധികൃതരുടെ പരാതി. ബസ്സുകൾക്ക് ആരോ തീയിട്ടതാണെന്നാണ് സംശയം. സ്കൂൾ വളപ്പിൽ 2 ബസ്സും ഒരു വാനുമാണ് പാർക്ക് ചെയ്തിരുന്നത്. 2 ബസ്സുകൾ ഒരു സ്ഥലത്തും വാൻ മറ്റൊരു സ്ഥലത്തുമാണ് പാർക്ക് ചെയ്തിരുന്നത്. തീ പിടിച്ചപ്പോൾ വാൻ ബസ്സുകളോട് ചേർന്നു കിടക്കുന്ന നിലയിലായിരുന്നു. വാൻ ബസ്സിലേക്ക് ഇടിച്ചു കയറ്റിയ ശേഷം തീയിട്ടു എന്നാണ് സംശയിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കഴക്കൂട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാത്രി 2:45 കൂടിയാണ് സംഭവം. ബസ്സുകളും വാനും പൂർണ്ണമായും കത്തിനശിച്ചു. തീ ആളുന്നത് കണ്ട് അയൽക്കാർ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. മലപ്പുറം കുറ്റിപ്പുറത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. കുറ്റിപ്പുറം എടച്ചലം കരിമ്പനക്കൽ ഹക്കീമിന്റെ മകൾ ലെസ്നയാണ് മരിച്ചത്. കർത്തള മാർക്സ് ഇംഗ്ലീഷ് സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ലെസ്നയുടെ മാതാവ് സഹല, സഹോദരി മിൻസ എന്നിവരെയും മറ്റു 3 കുടുംബാംഗങ്ങളെയും ഛർദിയും വയറിളക്കവും ഉണ്ടായതിനെ തുടർന്ന് അതേ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നു. കൊച്ചിയിൽ ഭക്ഷണം കഴിച്ചതിന് പണം ചോദിച്ചതിന് കടയുടമയ്ക്കും തൊഴിലാളികൾക്കും ക്രൂരമർദ്ദനം. തൃക്കാക്കര മുനിസിപ്പൽ മാർക്കറ്റിന് സമീപമുള്ള ടീ കമ്പനി എന്ന ലഘുഭക്ഷണശാലയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ 3 പേരാണ് മർദ്ദിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ കടയുടമ അത്താണി കാവലാട്ട് തൻസിൽ, ജീവനക്കാരനായ അസം സ്വദേശി അബ്ബാസ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇൻഫോ പാർക്കിനുള്ളിലുള്ള ഷവർമ കടയിൽ ജോലി ചെയ്യുന്ന 3 യുവാക്കൾ വൈകിട്ടെത്തി ചായയും ചെറുകടികളും കഴിച്ചു. ഇവർ പതിവായി ഇതേ കടയിലെത്തി ചായ കുടിച്ചതിനു ശേഷം കടന്നു കളയാറുണ്ടെന്ന് കടയുടമ പറഞ്ഞു. തുടർന്ന് CCTV പരിശോധിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇന്നലെ ഞായറാഴ്ച ആയതിനാൽ കടയിൽ തിരക്ക് കുറവായിരുന്നു. അതുപോലെ ചായ കുടിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാതെ പുറത്തിറങ്ങിയവരോട് പണം തന്നിട്ട് പോവാൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം ജീവനക്കാരെ പിന്നീട് കടയുടമയെ മർദ്ദിക്കുകയായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ആരോഗ്യനിലയെക്കുറിച്ചും ഡോക്ടർമാരുടെ വീഴ്ചയെക്കുറിച്ചും ബന്ധുവായ ജോയ്സ് വെളിപ്പെടുത്തുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തെടുത്ത കത്രിക ദ്രവിച്ച നിലയിലായിരുന്നു എന്ന് ജോയ്സ് മാധ്യമങ്ങളോട് പറഞ്ഞു. കത്രിക കുത്തിനിന്നത് കാരണമാണ് മൂത്രത്തിൽ കല്ലും രക്തസ്രാവവും ഉണ്ടായതെന്നും ഇത് ഡോക്ടർമാരുടെ അനാസ്ഥയാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആഴ്ചയുടെ ആദ്യ ദിനത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ മുന്നേറ്റം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവകൾ US സുപ്രീം കോടതി റദ്ദാക്കിയതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ഓഹരി വിപണിക്ക് കരുത്തായത്. ഇന്ന് വ്യാപാരം ആരംഭിച്ചപ്പോൾ സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 1% നേട്ടമുണ്ടാക്കി. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.